കഥകളുടെ ലോകമായ ദ ഹെവൻ ഓഫ് സ്റ്റോറി ടെല്ലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. ഇന്ന് വിവാഹമാണ് സ്റ്റോറി. അപ്പോൾ ഇങ്ങനെ കഥ തുടരുന്നു. ബാംഗ്ലൂർ. രാവിലെ വാമിയുടെ ഫ്ലാറ്റ്. സൂര്യൻ്റെ വെളിച്ചം മുഖത്തേക്ക് അടിക്കുമ്പോഴാണ് വാമി കണ്ണുകൾ തുറന്നത്. അവൾ ഈർച്ചയുടെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. ആദ്യം അവൾക്കൊരു സ്ഥലകാലബോധം ഇല്ലായിരുന്നു. അപ്പോഴാണ് അവൾക്കും മനസ്സിലായത് താൻ ഇപ്പോഴും ബാൽക്കണിയിലാണ് എന്ന്. ഇന്നലെ രാത്രി കരഞ്ഞുകൊണ്ട് ബാൽക്കണിയിലുള്ള ബീൻ ബാഗിൽ ഇരുന്നത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. ആ ഓർമ്മയിൽ ഈർച്ചയോടെ അവൾ എണീക്കാൻ നോക്കിയപ്പോൾ തന്നെ വേദനയോടെ അവൾ പിന്നെയും ഇരുന്നു പോയി. ഇന്നലെ മുതൽ ഒരേ ഇരുന്നതിനാൽ തന്നെ അവളുടെ ശരീരം നല്ലതുപോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. ശരീരത്തിന്റെ വേദനയും മനസ്സിന്റെ വേദനയും കൂടെ ആയതും വാമി തളർച്ചയോടെ അവളുടെ കാലിലേക്ക് മുഖം താഴ്ത്തിയിരുന്നു. ആ നിമിഷം വാമിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. കാരണം ഋഷി പോയിട്ട് ഇന്നേക്ക് 5 ദിവസമായി. വാമി പലപ്പോഴായിട്ട് അവനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നെങ്കിൽ ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ കട്ട് ചെയ്യുകയാണ് അവൻ ചെയ്യുന്നത്. എല്ലാം ഓർക്കുന്ന വാമിക്ക് സഹിക്കാൻ കഴിയാത്ത പോലെ തന്നെ മുടിയിൽ മുറുക്കെ പിടിച്ചവൾ ഉറക്കെ കരഞ്ഞുപോയി. അപ്പോഴും അവളുടെ കയ്യിൽ അവളുടെ ഡയറി സുരക്ഷിതമായി പിടിച്ചിരുന്നു. അങ്ങനെ സമയം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ക്ലോക്കിൽ ബെല്ലടിക്കുന്നത് കേട്ട് അവൾ പതിയെ കണ്ണു തുറന്നു നോക്കി. 8:30 കഴിഞ്ഞിരിക്കുന്നു. വാമി തളർന്ന മുഖത്തോടെ ക്ലോക്കിലേക്ക് നോക്കിയിരുന്നു. എന്നിട്ട് റെഡിയായി ഓഫീസിലേക്ക് പോയി. പക്ഷെ ആ നിമിഷം അവൾ ആ ഡയറി എടുക്കാൻ മറന്നിരുന്നു. സമയം പോയതിനാൽ വാമി വേഗം റെഡിയായി ഭക്ഷണം കഴിക്കാൻ പോലും നിൽക്കാതെ ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. ഓഫീസിൽ ചെന്ന വാമിക്ക് തല നേരെ പോലും നിൽക്കുന്നില്ല. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അവൾ ആകെ തളർന്നിരുന്നു. ഇതെല്ലാം പക്ഷെ ആദ്യം ശ്രദ്ധിച്ചിരുന്നു. ആർക്കും മനസ്സിലാകുന്നില്ല എങ്കിൽ പോലും അവന്റെ കണ്ണുകൾ അവളെ തേടിയെത്തിക്കൊണ്ടിരുന്നു. വാമി സിസ്റ്റത്തിൽ നോക്കി ചുമ്മാ ഇരിക്കുകയാണ്. വർക്കുകൾ ഒന്ന് മര്യാദയ്ക്ക് ചെയ്യാനൊന്നും അവൾക്ക് കഴിയുന്നില്ലായിരുന്നു. എപ്പോഴത്തെയും പോലെ ആദ്യം നോക്കുമ്പോൾ വാമിയുടെ ഇരുപ്പം മട്ടും കണ്ടപ്പോൾ അവന് സംശയം തോന്നി. പക്ഷേ വാമി ഒരു പരിധിക്കപ്പുറം ആരുടെ അടുത്തടുക്കാനോ അടുപ്പിക്കാനോ അവൾ ശ്രമിക്കാത്തതിനാൽ തന്നെ അവൻ അവളുടെ അടുത്ത് പോകാനും നിന്നില്ല. എന്നാൽ സമയം കടന്നു പോവുകയും വാമയുടെ മെയിൽ വരേണ്ട സമയത്ത് അത് കാണുകയും ചെയ്യാത്തതിനാൽ തന്നെ ആദ്യം അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ അടുത്ത് ചെന്ന് ആദ്യം കാണുന്നത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാതെ കുടുങ്ങിയിരിക്കുന്ന വാമിയായിരുന്നു. വാമി എന്തു പറ്റി? എന്താ വർക്കൊന്നും കംപ്ലീറ്റ് ചെയ്യാത്തത്? ഇതുവരെ എനിക്ക് മെയിലൊന്നും കിട്ടിയില്ലല്ലോ. ആദിയുടെ ചോദ്യം കേട്ടതും ഞെട്ടി എഴുന്നേറ്റവൾ. അവനെ അവിടെ അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അവന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാനില്ലാത്തതിനാൽ അവൾ തെറ്റ് ചെയ്തവളെ പോലെ തലകുനിച്ചു. അവളുടെ പ്രവൃത്തി കണ്ടതും അവനിൽ സംശയം നിറച്ചു. എന്താ, ഒക്കെയല്ലേ വാമിക? അത്രയും അവൻ ചോദിച്ചതേയുള്ളൂ. അതിനു മുമ്പ് തന്നെ വാമി അവന്റെ കൈകളിലേക്ക് തളർന്നു വീണു. ഇപ്പോൾ സമയം വൈകുന്നേരം 4 മണി. ഋഷി ബാംഗ്ലൂരിൽ നിന്നും തിരിച്ചു വന്നിരിക്കുന്നു. അവൻ ബസ്സിൽ നിന്നിറങ്ങി ഫ്ലാറ്റിലേക്ക് ഒരു ഊബർ വിളിച്ചുകൊണ്ട് അവിടേക്ക് ചെന്നു. ഫ്ലാറ്റിന്റെ മുന്നിലാണ് ഇപ്പോൾ ഋഷി. അവിടെ ചെന്ന് അവന് മനസ്സിലായി വാമി വന്നിട്ടില്ല എന്ന്. അവൻ അവളുടെ ഫോണിലേക്ക് വിളിക്കാൻ തുടങ്ങി. ബെല്ലടിച്ചിട്ടും അവൾ ഫോൺ എടുക്കുന്നില്ല എന്ന് കണ്ടതും അവന് മനസ്സിലായി അവൾ ഇപ്പോഴും പരിഭവത്തിലാണ്, അല്ലെങ്കിൽ ദേഷ്യത്തിലാണ്. അതിനാൽ തന്നെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം തൻ്റെ കയ്യിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് കീയുമായി അവൻ അകത്ത് കയറി ഹാളിലുള്ള സോഫയിൽ കുറച്ചു നേരം ഇരുന്നു. എന്നിട്ട് പോയി റെഡിയായി വന്നു. ഋഷി ആ ഫ്ലാറ്റ് മുഴുവൻ ഒന്ന് നോക്കി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇവിടെ. ഈ ഫ്ലാറ്റിൽ വാമിയുടെ പ്രസൻസ് ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്ന സത്യം ഋഷി അറിയുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും അവനവൻ്റെ മനസ്സിനെ അത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തപ്പോൾ അവൻ ആ വിഷയം മറക്കാൻ ശ്രമിച്ചു. സമയം കടന്നു പോകവേ ഋഷിയെ ആ ഏകാന്തത വല്ലാതെ പിടിമുറുക്കി. കുറേ നേരം അകത്തിരുന്ന് ഋഷിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവൻ ബാൽക്കണിയിലേക്ക് പോയി. എന്നിട്ട് അവിടെയുള്ള ബീൻ ബാഗിലേക്ക് ഇരിക്കാൻ തുടങ്ങിയതും പെട്ടെന്നൊരു ഡയറി സൈഡിൽ നിന്ന് താഴേക്ക് വീണു. അത് വാമിയുടേതാണ് എന്നറിയാവുന്നതിനാൽ തന്നെ തുറക്കാതെ സൈഡിലേക്ക് വെക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് അതിൽ നിന്ന് ഋഷിയുടെ ഒരു പഴയ ഫോട്ടോ താഴേക്ക് വീണു. അവൻ മനസ്സിലാകാത്തതുപോലെ അതിനുള്ളിലേക്ക് വെക്കാൻ തുടങ്ങിയതും
അതിലുള്ള പല വാക്കുകൾ കണ്ടതും അവൻ ഞെട്ടിപ്പോയി. ഭയപ്പോടെയും ഏറുന്ന നെഞ്ചിടിപ്പോടെയും ഋഷി ആ ഡയറി വായിച്ചു തുടങ്ങി. ആ ഡയറിയിലെ ഓരോ പേജ് മറക്കും തോറും ഋഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അതിലെ ഓരോ വാക്കുകൾ വായിക്കും തോറും അവൻ്റെ നെഞ്ചു വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. താൻ വിചാരിക്കുന്ന രീതിയിലല്ല ഒന്നും കാര്യങ്ങളെന്ന് അവന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഇനി എന്തു ചെയ്യുമെന്ന ചിന്തയിൽ നെഞ്ചു വേദനിച്ചു ഋഷിക്കും. പല സത്യങ്ങളും ഉൾക്കൊള്ളാനാകാതെ അവൻ ആ നിമിഷം വല്ലാതെ തളർന്നിരുന്നു, മനസ്സുകൊണ്ടും. അതിനാൽ തന്നെ കണ്ണുകളും വല്ലാതെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്നാൽ ഇതേ സമയം ഹോസ്പിറ്റൽ ആദ്യ വല്ലായ്മയോടെ ആദ്യം നോക്കുകയാണ്. അവനാണെങ്കിലോ അവളുടെ കയ്യിലെ ഡ്രിപ്പ് തീർന്നോ എന്ന ചിന്തയിലും. ഡ്രിപ്പിൽ നോക്കി വാമിയെ നോക്കി ആദ്യം കാണുന്നത് തന്നെ ചമ്മലോടെ നോക്കിയിരിക്കുന്ന വാമിയെയാണ്. എന്തു പറ്റിയെന്ന് പുരുകമുയർത്തി ആദ്യം ചോദിച്ചു. അതിന് പക്ഷേ വല്ലായ്മയോടെ അവൾ, സോറി. എന്തിന്? താൻ ഭക്ഷണം കഴിക്കാതെ തലകറങ്ങി വീണത് എന്നോടെന്തിനാ സോറി? ആദ്യം ചിരിയോട് ചോദിച്ചു. അത് ഞാൻ കാരണം വർക്ക്. ആ ചിന്ത തനിക്കുണ്ടോ? അല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് വർക്കുള്ളപ്പോൾ താൻ ഇത്ര കെയർലെസ് ആകുമോ? അവൻ്റെ വാക്കുകളിൽ അവൾക്ക് കുറ്റബോധമേറി. ശരിയാണ് അവൻ പറയുന്നത്, അത്ര ഇമ്പോർട്ടൻ്റ് വർക്കായിരുന്നു. എന്നിട്ടും താൻ. അവളുടെ ആലോചനയോടെ ഇരിപ്പ് കണ്ട് ചെറു ചിരിയോടെയാണ്. എടോ, താൻ വിഷമിക്കേണ്ട. ഞാൻ തൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസമായുള്ള മൂഡ് ഓഫ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു വർക്ക് ഇഷ്യൂ ആകുമെന്ന്. സോ പിന്നെ കുറച്ച് കാര്യങ്ങളല്ലേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ, മാർക്കറ്റിംഗ് മാത്രം. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കിയിട്ട് മെയിൽ ചെയ്താൽ മതി. അതോടെ കേട്ടതും അവളുടെ കണ്ണുകൾ ശരിക്കും നിറഞ്ഞു. ഏയ്, വിഷമിക്കാനല്ല. നമ്മുടേത് ഗ്രൂപ്പ് വർക്കാണ്. കൂട്ടത്തിൽ ഒരാൾ തളർന്നാൽ മറ്റൊരാൾ കൈപിടിക്കാൻ ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ ഈ ടീം വെറുതെയാകും. അതുകൊണ്ട് താനും എപ്പോഴും ശ്രദ്ധിക്കണം. ഇന്ന് ഞാൻ ചെയ്ത കാര്യം താൻ നാളെ ചെയ്യേണ്ട അവസ്ഥ വന്നാൽ ചെയ്തിരിക്കണം. അതിന് എപ്പോഴും റെഡിയായിരിക്കണം. വാമി ആദിയുടെ വാക്കുകൾ കേട്ട് ഉറപ്പോടെ തലയാട്ടി. അവൻ ചിരിയോടെ തൻ്റെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് വാമിയോട്, എന്തു പറ്റി? ഹസ്ബൻഡായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നിസ്സാരമായി അവൻ ചോദിക്കുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ വാമി ഞെട്ടിപ്പോയി. കാരണം ആരും അറിയാതെ ഇരിക്കാൻ അവൾ മറച്ചു വെച്ച കാര്യമാണ് ഇത്. അവൻ എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു അവളുടെ ഉള്ളിൽ. എന്നാൽ താൻ ചോദിച്ചിട്ടും വാമിയുടെ അനക്കമൊന്നും കേൾക്കാത്തതിനാൽ തന്നെ അവൻ തലയുയർത്തി നോക്കി. അവൾ കേട്ടതിന് ഞെട്ടലിലാണെന്നവൻ ഉറപ്പായി. അതുകൊണ്ട് തന്നെ അവൻ ചോദിച്ചു, ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നാണല്ലേ മനസ്സിൽ? അത് ചോദിക്കുന്നതിനും അപ്പോഴും വാമി മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾക്ക് മറുപടിയൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അവൾ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലായതി അവളോട് പറഞ്ഞു, എടോ, ടെൻഷൻ ആകണ്ട. പലപ്പോഴും ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ തനിക്ക് എന്നെക്കാളും പൊക്കം കുറവാകുമ്പോൾ തന്നെ ഞാൻ കണ്ടിരുന്നു തൻ്റെ മുടിക്കുള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെച്ച സിന്ദൂരം. പിന്നെ ഞാൻ തൻ്റെ CV നോക്കി. മാത്രമല്ല, ലാസ്റ്റ് ഞാൻ തന്നെ കണ്ടിരുന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഭർത്താവെന്ന് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. കാരണം ഞാൻ ഇതുവരെ തന്നെ ഇത്രയും സന്തോഷത്തോടെ കണ്ടിട്ടില്ല. അവൻ്റെ വാക്കുകൾക്ക് പക്ഷെ വാമിക്ക് മറുപടിയില്ലായിരുന്നു. പിന്നീട് വല്ലാത്തൊരു വേദന തോന്നി അവളുടെ മനസ്സിന്. പക്ഷേ പിന്നീട് അവൻ പറഞ്ഞ വാക്കുകളിൽ അവൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിരുന്നു. അതിങ്ങനെയായിരുന്നു, എടോ, പേടിക്കണ്ട. തൻ്റെ വിവാഹക്കാര്യം താൻ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ തൻ്റെ വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞത് നന്നായി. ആദിയുടെ ചോദ്യത്തിന് അതെന്താ എന്ന അർത്ഥത്തിൽ അവൾ അവനെ നോക്കി. അതിന് ചിരിയോടെ മറുപടി, എനിക്ക് തന്നോട് കൊളീഗ് എന്നതിൽ കവിഞ്ഞൊരു ഇഷ്ടമുണ്ടായിരുന്നു. സത്യമാണ്, എനിക്ക് തന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിവാഹം കഴിഞ്ഞതറിഞ്ഞതുകൊണ്ട് ആ ഇഷ്ടം അപ്പാടെ എടുത്തു കളഞ്ഞു. നിസ്സാരമായി പറയുന്നവനെ കേട്ടതും സത്യം പറഞ്ഞ വാമി ഞെട്ടിപ്പോയി. അവൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ഇഷ്ടമുണ്ടായിരുന്നുവെന്ന് പലപ്പോഴായി തോന്നിയിട്ടുണ്ടെങ്കിലും എങ്ങനെ അവൻ തന്നോട് പറയുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല. അവൾക്ക് പറയാൻ വാക്കുകളില്ലാതെ അത്ഭുതത്തോടെ തന്നെ നോക്കി. അവൻ എപ്പോഴും ഫോണിൽ തന്നെ നോക്കി കാഷ്വലായി ഇരിക്കുകയാണ്. അത് തലയുയർത്തി അവളോട് പറഞ്ഞു, എടോ, ദിവ്യമായ പ്രണയമൊന്നുമല്ല. ഈ ബാംഗ്ലൂർ ലൈഫിൽ തന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒരാളെ ലൈഫിൽ വേണമെന്നുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാനും എനിക്കൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കാനും അതിനും മാത്രം എന്തെങ്കിലും ചെയ്യാനും ആരും എനിക്കില്ല.
ഞാനൊരു അനാഥനാണ്. അതുകൊണ്ട് എനിക്കുള്ള പെൺകുട്ടിയെ സ്വന്തമായി കണ്ടുപിടിക്കാമെന്ന് കരുതി. നിസ്സാരമായി പറയുന്ന ആദിയുടെ വാക്കുകളെ കേൾക്കുമ്പോൾ വാമിയുടെ ഉള്ളിൽ ചെറിയ രീതിയിൽ വേദനകൾ തോന്നുന്നുണ്ടായിരുന്നു. അവൻ്റെ ലൈഫ് സ്റ്റോറി ഇങ്ങനെ ആയിരിക്കുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒപ്പം തന്നെ അവനൊരു കാര്യം കൂടെ അവളോട് പറഞ്ഞു. എടോ, എനിക്കിപ്പോൾ തന്നോടുള്ളതൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്ററിനോടുള്ള വാത്സല്യം. വിവാഹിതയാണ് എന്ന് മനസ്സിലായി പോയ ആ നിമിഷം മുതൽ എനിക്ക് അങ്ങനെയാണ് തന്നോട്. കാരണം എനിക്ക് തന്നോട്, ഞാൻ പറഞ്ഞില്ലേ, ദിവ്യമായ പ്രണയമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. എന്നിട്ട് അത്രയും നേരം മിണ്ടാതിരുന്ന വാമി അവനൊരു പ്രണയമുണ്ടായിരുന്നു എന്ന് കേട്ടത് അറിയാനുള്ള ആകാംക്ഷയോടെ ചോദിച്ചു. അവളുടെ വാക്കുകളിലെ ആത്മാർത്ഥത അറിഞ്ഞ ആദി പെട്ടെന്ന് പറഞ്ഞു. അവളൊരുത്തൻ്റെ ഭാര്യയായിരുന്നു. അറിയില്ലായിരുന്നു എനിക്ക്. ആദ്യമായി മനസ്സിലിടം പിടിച്ചൊരു പെൺകുട്ടിയായി. ഇപ്പോഴുമുണ്ട്. ഒരാളുടെ ഭാര്യ ആയതുകൊണ്ട് ആലോചിക്കാറില്ല എന്ന് മാത്രം. ആ സമയങ്ങളിൽ അവൻ്റെ വാക്കുകളിലെ നിരാശ അറിഞ്ഞ് വാമി ചിരിച്ചുപോയി. അത്രയും നേരം വേദനയോടെ ഇരുന്ന വാമി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയതും അബിയുടെ മുഖത്തും ഒരു പുഞ്ചിരി നിറഞ്ഞിരുന്നു. തുടരുന്നു. നമുക്ക് നോക്കാം ഋഷി എന്താണ് ആ ഡയറിയിൽ വായിച്ചതെന്നും വാമിയും ആദ്യം തമ്മിലുള്ള റിലേഷൻ എങ്ങനെ പോകുമെന്ന്. അപ്പോൾ